ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ ഒരു വെൽക്കം ബാക്ക് ആയിരുന്നു. എങ്ങനെയാണ് ഒരു ത്രില്ലർ ജോണറിലാണോ സിനിമ പോകുന്നത്? അല്ല, ത്രില്ലിംഗ് ആയിരുന്നു, അല്ലാതെ ഈ ട്വിസ്റ്റ് മാരകം അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ അടിപൊളിയായിരുന്നു. അവസാനം കൈയടിക്കാറുണ്ട്. ഓഫ് കോഴ്സ്. അത്യാവശ്യം നല്ല സിനിമ. സസ്പെൻസ് ആണോ സിനിമ? സസ്പെൻസ് അല്ല, നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് പടം തുടക്കം തൊട്ട്. പക്ഷേ കൊള്ളാം. എങ്ങനെയുണ്ട് പടം? ഫാമിലി വരാൻ പറ്റുന്ന സിനിമ? സൂപ്പറായിട്ടുണ്ട്. വലിയ എന്താ പറയാ, അതൊന്നുമല്ല, ഒരു കോട്ടൂൺ ഡ്രാമ ജസ്റ്റ്. പക്ഷേ വലിയ സർപ്രൈസ് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പടം നൈസാണ്. നമ്മളൊരു കണ്ടിരിക്കും. നമ്മളൊരു ദൃശ്യ ലെവലൊന്നും എത്തിയില്ലെങ്കിലും ഇത് കണ്ടിരിക്കും. വെറുപ്പിക്കലൊന്നുമല്ല, ഒരു നൈസ് ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഒന്നും പറയല്ല, ഇത് കൊലത്തൂക്കാണ്. ഈ ക്രിസ്മസ് അങ്ങ് ലാലേട്ടൻ അങ്ങ് എടുത്ത് ത്രില്ലറാണോ സിനിമ? ഒരു കോർട്ട് റൂം ഡ്രാമ, ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ് പടം. സസ്പെൻസ് ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവസാനം വരെ ഫുൾ സാറ്റിസ്ഫാക്ഷനോടുകൂടി ഇറങ്ങി വന്നു പടം. ലാലേട്ടൻ തിരിച്ചിറങ്ങിയിരിക്കുകയാണല്ലോ. ലാലേട്ടൻ എങ്ങും പോയിട്ട് ലാലേട്ടൻ ഇവിടെ തന്നെ. ലാലേട്ടൻ്റെ ഒരു നല്ല കംബാക്ക് ഉണ്ട്. ജിത്തു ജോസഫിന്റെ തിരക്കഥ എങ്ങനെ? സസ്പെൻസ് ആണോ പടം? സസ്പെൻസ് തന്നെ, കുഴപ്പമില്ല, നല്ല പടം. ശരി. എങ്ങനെയുണ്ട്? നല്ല പടം, നല്ല സ്റ്റോറി, നല്ലൊരു ക്യാരക്ടറാണ്. അടിപൊളി പടമായിരുന്നു. ജിത്തു ജോസഫിന്റെ കഥ സസ്പെൻസ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു, സന്തോഷമാണെന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് തകർത്തു പൊളിച്ചടി. ക്ലൈമാക്സ് നല്ല പടം. ആണല്ലേ? നല്ല പടം, പൊളിപ്പടം. തിരിച്ചു വന്നിരിക്കുക. നല്ല പടം, നല്ല സൂപ്പർ സൂപ്പർ. നല്ല പടം. ഒരു രക്ഷയില്ല പടം, നല്ല അടിപൊളി പടം, ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ പടം. ഇത്തവണത്തെ ക്രിസ്മസ് ലാലേട്ടൻ എടുത്തു, ലാലേട്ടൻ തകർത്തു പടം. ഒന്നുമില്ല, നമ്മൾ കണ്ടുമടുത്ത ജിത്തു ജോസഫിൻ്റെ ഒരു സിനിമയല്ല, ഒരു വേറിട്ട ഒരു ജിത്തു ജോസഫിൻ്റെ സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു കോടതി അന്തരീക്ഷമാണ് മൊത്തം പടം തുടക്കം തൊട്ട് അവസാനം തൊട്ട് കാണിക്കുന്നത്. ഇതിനകത്ത് സിദ്ദിഖ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാവരും നല്ല പെർഫോമൻസ്. എന്നെ ഞെട്ടിച്ച ജഗദീഷാണ്. ജഗദീഷിൻ്റെ ഒരു അഭിനയം, പിന്നെ ലാലേട്ടൻ നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ലാലേട്ടൻ്റെ അഭിനയം എടുക്കണം. സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഉള്ള കാര്യം പറയണമല്ലോ, നമ്മൾ ഇന്നേ വരെ ഇങ്ങനെ ഒരു മലയാള സിനിമ കണ്ടിട്ടില്ല. കറക്റ്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, അവസാന ഭാഗത്ത് ലാലേട്ടൻ്റെ അഭിനയം സത്യത്തിൽ ശരിക്കും നമ്മുടെ ഇമോഷനാക്കും. എൻ്റെ കണ്ണ് കറഞ്ഞു പോയി. സത്യത്തിൽ ഇവിടെ നിൽക്കുന്നവരെല്ലാം അതാ ഒന്നും മിണ്ടാതെ പോകുന്നത്. ആ സീൻ ഭയങ്കരമായിട്ട് തന്നെ അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, സൂപ്പർ പടം.